രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള നിർണായക യോഗങ്ങൾ അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ വിലയിരുത്തലിനുള്ള ക്യാബിനറ്റ് കമ്മിറ്റി സാമ്പത്തിക സാഹചര്യം വിലയിരുത്തുന്നതിനും രാഷ്ട്രീയ സാഹചര്യം അവലോകനം ചെയ്യുന്നതിനുള്ള മന്ത്രിസഭാ യോഗങ്ങൾ എന്നിവ ഇന്നുണ്ടാകും. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ യോഗമാണ് ചേരുന്നത്. അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ സേനകൾ പിന്തുണ അറിയിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ദൗത്യവും അകലെയല്ലെന്ന് ഇന്ത്യൻ നാവികസേന എക്സിൽ കുറിച്ചു. അതേസമയം അതിർത്തിയിൽ BSFനെ മാറ്റി പ്രധാന പോസ്റ്റുകളുടെ ചുമതല സൈന്യം ഏറ്റെടുത്തു. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും നമ്മൾ. എന്തൊക്കെയാണ് സുപ്രധാനമായ യോഗങ്ങൾ ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്? ലക്ഷ്മി, ഏതാണ്ട് പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഏതാണ്ട് 8 ദിവസങ്ങൾ പിന്നിടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഭീകരരെ ഇതുവരെ ഇന്ത്യക്ക് പിടിക്കാനായിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, പാകിസ്ഥാൻ ഇന്ത്യ ശക്തമായ മുന്നറിയിപ്പ് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതടക്കം നൽകി കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു പക്ഷേ സൈനിക നടപടികളിലേക്ക് പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യോഗങ്ങൾ നിർണായകമാകുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഏതാണ്ട് സുപ്രധാനമായ തീരുമാനങ്ങളിലേക്ക് കടന്നിരുന്നു. ഇന്ന് ക്യാബിനറ്റാണ് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. സൈനിക നീക്കം വേണമോ എന്ന കാര്യത്തിൽ ക്യാബിനറ്റാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചേരുന്ന യോഗങ്ങൾ, ഇന്ന് 3 യോഗങ്ങളാണ് സുപ്രധാനമായും ചേരുന്നത്. ഒന്ന് പ്രതിരോധ വിഷയവുമായി ബന്ധപ്പെട്ട്, മറ്റത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടത്, പിന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. സാമ്പത്തിക കാര്യങ്ങൾ ഒരു റൊട്ടീൻ യോഗം മാത്രമാണ്. പക്ഷേ അതിനോട് ചേർന്ന് നടക്കുന്ന രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ യോഗവും ഒപ്പം തന്നെ രാജ്യത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിസഭയുടെ അടിയന്തര യോഗവും, ഈ രണ്ട് യോഗങ്ങൾ വളരെ നിർണായകമാണ്. ഈ യോഗത്തിൽ ഒരുപക്ഷെ ഒരു നിർണായക തീരുമാനം ഉണ്ടായാൽ അത് അതിർത്തിയിൽ എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് ഇനി അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസങ്ങളിലെ യോഗങ്ങളുടെ തുടർച്ച എന്ന് പറഞ്ഞാൽ ഇന്നൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ അതിർത്തിയിൽ ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നതിനൊപ്പം തന്നെ അതിർത്തിയിൽ സേനാ വിന്യാസം ഏതാണ്ട് പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്. BSF ആണ് സാധാരണഗതിയിൽ അതിർത്തി രക്ഷാസേനയും അതിർത്തി മുഴുവൻ നിയന്ത്രിക്കുന്ന BSF ആണ്. പാകിസ്ഥാൻ മുതൽ ചൈന വരെയുള്ള പ്രദേശം മുഴുവൻ നിയന്ത്രിക്കുന്ന BSF ആണ്. BSFനോട് ആ മേഖലയിൽ നിന്ന് പിന്മാറാനും പ്രധാന പോസ്റ്റുകളിലേക്ക്, പ്രധാന കേന്ദ്രങ്ങളിലേക്ക് സൈന്യം നേരിട്ട്, അതായത് കരസേന നേരിട്ട് നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് ചേർന്ന യോഗത്തിൽ ഒരു പക്ഷേ ഒരു നിർണായക തീരുമാനം, പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ, ഭീകരരുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ എങ്ങാനും ഒരു തീരുമാനം എടുത്താൽ, അങ്ങനെ ആ ഒരു സാധ്യതയിലേക്ക് പോയാൽ, പ്രധാനമന്ത്രി ഇന്നലെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ രൂപത്തിലേക്ക് പോയാൽ, അത് അങ്ങനെ പോകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായാൽ അക്കാര്യം ഉടനടി തീരുമാനമെടുക്കാനാണ് സൈന്യം തന്നെ നേരിട്ട്, കരസേന തന്നെ നേരിട്ട് ഈ മേഖലകളിലേക്ക്, പ്രധാന അതിർത്തിയിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് കരസേന തന്നെ നേരിട്ട് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതായത് ജമ്മു കാശ്മീർ പൂർണ്ണമായും, ലഡാക്കും ലേയും അടക്കപ്പെടുന്ന കേന്ദ്രപ്രദേശങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് വ്യോമസേനയും കരസേനയും പൂർണ്ണമായും ആ മേഖലകളിൽ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് നാവികസേനയാണ്. നാവികസേന തന്നെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കണ്ടാൽ, അത് മനസ്സിലാക്കിയാൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഞങ്ങൾ ശക്തമാണ് എന്നൊരു സന്ദേശം നൽകി കഴിഞ്ഞു. ഒരുപക്ഷെ ആദ്യമായി ഒരു സന്ദേശം കൊടുത്തത് 3 ദിവസങ്ങൾക്ക് മുമ്പ് നാവികസേനയാണ്. അതായത് INS സൂറത്തിൽ നിന്ന് ഒരു മിസൈൽ വേദ പടക്കപ്പൽ INS സൂറത്തിൽ നിന്ന് മിസൈൽ പരീക്ഷിക്കുന്നു. അത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പായിരുന്നു 3 ദിവസം മുമ്പ്. ഇന്ന് നാവികസേനയുടെ പോസ്റ്റിൽ പറയുന്നത് ഒരു കടലും വിശാലമല്ല, ഒരു ദൗത്യവും അകലെയല്ല. അതായത് പാകിസ്ഥാന് കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് നാവികസേന നൽകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ കശ്മീർ പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോകുന്നു. ഇന്ന് അടിയന്തര യോഗം കൂടി ചേരുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ സ്വാഭാവികമായും പഹൽഗാം ഭീകരാക്രമണത്തിന് കടുത്ത മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യ ശക്തമാണ്, സുസജ്ജമാണ് എന്നൊരു സൂചന ലോകരാജ്യങ്ങൾക്ക് മുമ്പിലും പാകിസ്ഥാന് മുന്നിൽ വെക്കുകയാണ്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ ഒരു കടുത്ത സമാധാന നീക്കവുമായി രംഗത്തുണ്ട്. അമേരിക്കയും ഇക്കാര്യത്തിൽ അമേരിക്കൻ വിദേശകാര്യമന്ത്രി, ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും പാക് വിദേശകാര്യമന്ത്രിയുമായി ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ത്യ ശക്തമാണ്, സുസജ്ജമാണ്, സേന പൂർണ്ണമായും സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നൊരു സന്ദേശം നൽകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് പാകിസ്ഥാനിലുള്ള ഒരു മന്ത്രിയുടെ പ്രസ്താവന കൂടിയാണ്. അവർക്കൊരു ഇന്റലിജൻസ്